ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ സപ്താഹമാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതായത് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ 2 ദിവസം സപ്താഹത്തിന് പോകാനും അത്ര നേരം ഇരിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും രാവിലെയൊക്കെ പോയി തൊഴാനും ഒക്കെ പറ്റി. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ സപ്താഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാനും പറ്റിയില്ല. അല്ലെങ്കിലും എല്ലാം നമ്മുടെ പ്ലാനിങ് പോലെ ഒന്നും നടക്കില്ല, എപ്പോഴും ഒന്നും നടക്കില്ല. എൻ്റെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെ സംഭവിക്കാറ് കേട്ടോ. വലിയ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ മിക്കപ്പോഴും അത് നടക്കാറില്ല കേട്ടോ. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാറുണ്ട്. ഞാൻ പ്ലാൻ ഇട്ടിരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം അമ്പലത്തിൽ പോകാം, എല്ലാ ദിവസത്തെ ഭക്ഷണങ്ങളും നമ്മുടെ വിശേഷങ്ങളും ഒക്കെ വീഡിയോസൊക്കെ എടുത്തിടാം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിക്ക് കുഞ്ഞിനെ ഒരുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഒന്നും നടന്നില്ല. ഇത് സപ്താഹത്തിൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ ഇതൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചേട്ടായുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ വീടിൻ്റെ വാതിക്കലിരുന്നാണ്. അവരുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് ഒരുമിച്ചാണ് കേട്ടോ കഴിക്കാറ്. ഇന്നത്തെ ഫുഡ് അപ്പോൾ 2ാമത്തെ ദിവസം സാമ്പാർ, ക്യാബേജ് തോരൻ, അച്ചാർ, രസം അതൊക്കെ ആയിരുന്നു കേട്ടോ. തലേ ദിവസം ക്യാബേജ് തോരനായിരുന്നു, പക്ഷേ അത് മഞ്ഞ ക്യാബേജ്, ഇത് വെള്ള ക്യാബേജ്, അത്ര വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സാധാരണ 1-2 കറികളൊക്കെ ഉണ്ടാവുമെന്നാണ്. ഈ പ്രാവശ്യം നമ്മുടെ പാചകക്കാരൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ വേറെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ശ്രീകൃഷ്ണ ജയന്തിക്ക് കുഞ്ഞിനെ ഒരുക്കണമെന്ന് പറഞ്ഞ് ഞാൻ മയിൽപ്പീലി കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ അവിടെ നിന്ന് വാങ്ങി കൊടുത്തു വിട്ടായിരുന്നു. പക്ഷേ അതൊന്നും വെക്കാൻ സാധിച്ചില്ല. ചെറിയ പനിയായിരുന്നു കുഞ്ഞിന്. ചെറിയ പനിയായിട്ട് തുടങ്ങി. പാരസെറ്റമോൾ കൊടുത്തു. പാരസെറ്റമോൾ കൊടുത്തിട്ട് പനി കുറയുകയും ചെയ്തായിരുന്നു. പക്ഷേ ഒരു ദിവസത്തിന് ശേഷം പിന്നെയും പനി വന്നു. അപ്പോഴും നമ്മൾ പാരസെറ്റമോൾ കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞൊരു ചുമയൊക്കെ തുടങ്ങി. അപ്പോൾ വേഗം നമ്മൾ ഡോക്ടറെ കൊണ്ടേ കാണിച്ചായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ചെറിയ ടെമ്പറേച്ചറൊക്കെ വരുന്ന വ്യത്യാസമൊക്കെ ആണെങ്കിൽ എപ്പോഴും ഓടി കൊണ്ടുവരണമെന്ന് പറയുമായിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് ടെമ്പറേച്ചർ കൂടി, ഭയങ്കരമായിട്ട് കൂടി, ചുമ വന്നു. കുഞ്ഞിന് ഭയങ്കര കഫക്കെട്ട്, ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കഫക്കെട്ടൊക്കെ വന്നു. ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. ഇത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആൻറ്റിബയോട്ടിക് കുഞ്ഞിൻ്റെ കാനുലയിലൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ, മെഷീനാണിത്. ഇത് തീരുമ്പോഴത്തേക്കും മരുന്ന് ഫുള്ളായിട്ട് തീരുമ്പോഴത്തേക്കും നമുക്കിതിൽ അലാം അടിക്കും. അപ്പം നമ്മൾ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ബെല്ലുണ്ട് ഇവിടെ, ബെല്ലമർത്തി കഴിഞ്ഞാൽ അവർ വരും. എൻ്റെ അച്ഛനമ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട്. അവന് ഇത്ര വയ്യാതെ ആവുന്നത് ആദ്യമാണ്. ചെറിയൊരു ചുമ, പനി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്നല്ലാതെ കുഞ്ഞിന് ഇത്രയും വയ്യാതെ ആയിട്ടില്ല കേട്ടോ. ഇത് ചേർത്തല കിൻഡർ ഹോസ്പിറ്റലാണ് കേട്ടോ. കിൻഡറിലാണ് എൻ്റെ ഒരു 8th മന്ത് വരെ ഞാൻ പ്രഗ്നൻസി കാണിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തൃപ്പൂണിത്തുറയ്ക്ക് പോയി. മൂത്തയാളുടെ 7th മന്ത് വരെ ഇവിടെ കാണിച്ചു. പിന്നെ അവൻ്റെ പീഡിയാട്രിക്സ് ട്രീറ്റ്മെൻറ്റൊക്കെ ഇവിടെയാണ് കേട്ടോ. നല്ല ഹോസ്പിറ്റലാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് അഡ്മിഷൻ പറഞ്ഞുകൊണ്ട് റൂംസ് ഒഴിവുണ്ടായിരുന്നില്ല. പനി ആയതുകൊണ്ട് നമുക്ക് സാധാ റൂം മതി, നോൺ AC റൂം മതിയെന്ന് പറഞ്ഞു. പക്ഷേ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് AC റൂമാണിത്. 3400 എന്തോ വിത്ത് നഴ്സിംഗ് ചാർജ് എമൗണ്ട് വരുന്ന റൂമാണത്. പിന്നെ വേറെ നിവൃത്തിയില്ലാതെ ഇത് നമ്മളെടുത്ത് AC ഒന്നും ഇടുന്നില്ല, ചുമ്മാ അങ്ങനെ പോവാണ്. ഏകദേശം ഒരു 6 ദിവസത്തോളം ഇവിടെ അഡ്മിറ്റായിരുന്നു കേട്ടോ. കുഞ്ഞ് ആകെ വയ്യാതെയായി, തളർന്ന് കിടപ്പായി. അത്രത്തോളം വയ്യാതെയായിപ്പോയി. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണ് കേട്ടോ. ഞാനത് ഡോക്ടറോട് പ്രത്യേകം പറയുകയും ചെയ്തു. നമ്മൾ ചുമയായിട്ട് അന്നത്തെ ദിവസം ചെസ്റ്റൊക്കെ ക്ലിയർ ആണെന്ന് പറഞ്ഞ് ചുമയുടെ മരുന്നും പാരസെറ്റാമോളും തന്നെ തന്നാണ് വിട്ടത് നമ്മൾ. പക്ഷേ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടെമ്പറേച്ചറും ഒക്കെ കൂടി. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഡോക്ടറോടെ ഞാൻ പറഞ്ഞ തലേദിവസം ജസ്റ്റ് ക്ലിയർ ആയിരുന്നല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ 1 ദിവസം മതി കുഞ്ഞു കുട്ടികൾക്ക് ഓരോ സ്ഥിതികൾ മാറാനെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു
3 മണിക്കൂറൊക്കെ ഇടവിട്ട് നെബുലൈസേഷനുണ്ട്. അങ്ങനെ നെബുലൈസേഷൻ ചെയ്താൽ മാത്രമാണ് ഇത് കുറയത്തുള്ളൂ, അല്ലാതെ കുഞ്ഞു കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നെബുലൈസേഷൻ ഏകദേശം ബില്ല് വന്നപ്പോഴത്തേക്കും ഉണ്ട് പറഞ്ഞാൽ 53 നെബുലൈസേഷൻ ഉണ്ടായിരുന്നു. റിക്കവറായി വരുന്തോറും അവരതിൻ്റെ അളവ് കുറച്ചു, ആൻറ്റിബയോട്ടിക്കിൻ്റെ അളവ് കുറച്ചു. ആൾ തീരെ വയ്യാതായി. ഞാനിപ്പോൾ വീഡിയോസ് അവനൊന്ന് സ്റ്റേബിളായതിനു ശേഷമാണ് വീഡിയോസ് എടുത്തത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ലാത്ത സമയത്ത്. കൂടുതൽ വീഡിയോസ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇല്ലായിരുന്നു കൂടെ. പുള്ളി ജോലിയിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റിയില്ല ഒരുപാട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അയച്ചു കൊടുക്കാൻ കുഞ്ഞിൻ്റെ ഓരോ സ്റ്റേജും ഇപ്പം എന്തെടുക്കുകയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് എടുത്താണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ. 2nd ഫ്ലോർ കിൻഡർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹോസ്പിറ്റലല്ല, എല്ലാ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ 2 നിലയേ ഉള്ളൂ കേട്ടോ. ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് അത്രയും ഫ്ലോറുകളേ ഉള്ളൂ. അതിൽ 201 ആയിരുന്നു നമ്മുടെ റൂം. നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. നോൺ AC ഒഴിവാകുകയാണെങ്കിൽ നമ്മളവിടെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ മാറി കേട്ടോ റൂം. കിൻഡറിൽ നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡൊന്നും അലൗഡല്ല. നമുക്ക് അവിടെ തന്നെ കഫറ്റേരിയ ഉണ്ട്, റൂമിൽ ഫോണുണ്ട്, അവരിങ്ങോട്ട് വിളിക്കും, നമുക്ക് അങ്ങോട്ടും വിളിച്ച് ഓർഡർ ചെയ്യാം കേട്ടോ. പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ അവന് ഫുഡ് കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ടെമ്പറേച്ചറൊക്കെ കൂടിയുന്ന സമയത്ത് പാല് കുടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇനി വേണ്ടായിരുന്നു. പിന്നെ 1-2 ദിവസമായപ്പോഴത്തേക്കും ഒരു ദിവസം കുറേശ്ശെ പാല് കുടിക്കും. പിന്നെ പിറ്റത്തെ ദിവസമായപ്പോൾ ഉണ്ടോ നല്ലോണം പാലൊക്കെ കുടിച്ച് തുടങ്ങിയത്. അപ്പോൾ ഡോക്ടർ എന്നോട് നല്ലോണം ഫുഡ് കഴിക്കും. കുഞ്ഞ് ഇത്രയും 11 മാസം കഴിഞ്ഞപ്പോൾ ബർത്ത്ഡേ അടുത്ത് ഇരിക്കുമായിരുന്നു അവൻ്റെ. അതുകൊണ്ട് തന്നെ എന്നോട് നല്ലോണം ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് പക്ഷേ കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് അതിനും ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടിയൊക്കെ വന്നതുകൊണ്ട്. പക്ഷേ നമുക്ക് കുഞ്ഞിന് പാൽ കൊടുക്കണമെങ്കിൽ ഫുഡൊക്കെ കഴിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് ഫുഡൊക്കെ അവർ കൃത്യമായിട്ട് എത്തിച്ചു തരുമായിരുന്നു. ഒരു 4 ദിവസം 3 ദിവസം എന്തോ അവൻ കറക്റ്റായിട്ട് ബ്രസ്റ്റ് ഫീഡ് തന്നെയായിരുന്നു. പിന്നെയാണ് അവൻ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയത് കേട്ടോ. പനി വന്നാൽ നമുക്കാണെങ്കിലും വായിക്ക് ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. ഹസ്ബൻഡ് 2-3 ദിവസം ഇവിടെ നിന്ന് ഓടി വരും കേട്ടോ. അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ചേർത്തല കിൻഡർ ഹോസ്പിറ്റലിൽ നിന്നവരെ അറിയുന്നവർക്ക്, എറണാകുളം ആലപ്പുഴ ഇതിൽ പോകുന്നവർക്ക് അറിയാമായിരിക്കും, നല്ല ദൂരമുണ്ട്. അവിടെ നിന്ന് ഓടി വരും. വെളുപ്പിന് പോകണം പുള്ളിക്ക് ഡ്യൂട്ടിക്ക്. അപ്പോൾ ഒരു 6:30-7 മണിയാവും ചിലപ്പോൾ ഇറങ്ങുമ്പോൾ. എന്നാലും അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടം വരെ വരും കേട്ടോ. 8 മണിയോ 8:30-9 മണിയാണെങ്കിലും വരും. എന്നിട്ട് ഇവിടെ വന്ന് കുഞ്ഞിനെ കണ്ട് കിടന്നുറങ്ങും. അങ്ങനെ 3 ദിവസമായപ്പോൾ ആൾക്ക് തീരെ വയ്യാതായി. വണ്ടി ഓട്ടം ഭയങ്കര, സ്കൂട്ടറാണ് ഒന്നാമത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വരണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് അയക്കും, ഫോട്ടോസ് ഇടാം, എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം തന്നെ എന്തുണ്ടെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞു ഓക്കെ ആയി. മൂത്ത ആളും അച്ഛനും വീട്ടിലാണ്. സപ്താഹം ആയതുകൊണ്ട് അവിടെ ഫുഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരാശ്വാസം ഉണ്ടായിരുന്നു. ഒരു ദിവസം മാത്രം അച്ഛൻ കുറച്ച് ചോറും എന്തൊക്കെയോ കറികളൊക്കെ തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ വീണ ചേച്ചി, അവരൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ഇഷാനെ നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് സമാധാനം. കിൻഡറിൽ 3 നേരത്തെ ഭക്ഷണം തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുത്തു തുടങ്ങി. 4 ദിവസമൊക്കെ ആയപ്പോൾ അവൻ പിന്നെ ഫുഡ് കഴിച്ചു തുടങ്ങി. കുറേശ്ശെ, എന്നാലും ചോറ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. ദോശ അങ്ങനത്തെ സാധനങ്ങൾ, ഇടിയപ്പം, അപ്പം അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ക്വാണ്ടിറ്റി കുറവായിരുന്നു, കുറച്ച് കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാലും നിർബന്ധിച്ചില്ല. അവൻ പയ്യെ റിക്കവറായി വരുന്തോറും അവൻ കുറച്ച് കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഒരു ഇതിന് വിട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ അത്യാവശ്യം ബെറ്ററായി കേട്ടോ. ആൻറ്റിബയോട്ടിക് നെബുലൈസേഷനൊക്കെ കൊണ്ട് അത്യാവശ്യം ബെറ്ററായ ആൾ. എല്ലാ ദിവസവും ചോറ്, രാത്രി ഉച്ചയ്ക്ക് ചോറ്, രാത്രി ചപ്പാത്തി, അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് കഴിച്ച് മതിയായി അവിടുത്തെ ഫുഡൊക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡൊക്കെയാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസമൊക്കെ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് തോന്നല്ലേ. പിന്നെ രാത്രി ചപ്പാത്തി എനിക്ക് മതിയായി. രാത്രി ഞാൻ ചോറ് ഓർഡർ ചെയ്തു. ചോറൊക്കെ നല്ല ചോറാണ് കേട്ടോ. അവിടുത്തെ ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നല്ല കറികളൊക്കെയാണ്. കൂടുതലും വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ വെജ് മീൽസാണ് ഞാൻ കൂടുതലും വാങ്ങാറ്. രാത്രി അങ്ങനെ ചോറും ചമ്മന്തിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ 1-2 ദിവസമൊക്കെ പോയി. പിന്നെ നീല ബലൂണും പിങ്ക് ബലൂണും കാണുന്നത് ആ റൂമിലുള്ള ഡെലിവറി കഴിഞ്ഞ ആ ബേബീനനുസരിച്ചിരിക്കും കേട്ടോ. ബോയ് ബേബി ആണെങ്കിൽ ബ്ലൂ ബലൂൺസ് ആ ഡോറിൻ്റെ വാതിക്കൽ, പിങ്ക് ആണെങ്കിൽ പെൺകുട്ടിയായിരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഈശാനൊന്ന് റിക്കവറായി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വരാന്തേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നേ. അവന് ഉറക്കമൊന്നുമില്ല രാത്രി. അപ്പോൾ അവന് ബലൂൺസ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്കും അവരിങ്ങനെ ഊരി കൊണ്ടുവന്ന് തന്നായിരുന്നു നമുക്ക് കേട്ടോ. മെയിനായിട്ട് ഞങ്ങൾ രാത്രി സഞ്ചാരികളാണ് കേട്ടോ. നൈറ്റ് ഡ്യൂട്ടിയിലുള്ള നഴ്സുമാർ ഫുള്ള് ഇയാനെ ചിരിച്ച് കാണിച്ച് കമ്പനിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ആരും 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് റിക്കവർ ആയല്ലോ. അപ്പോഴാണ് ചിരിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആൾ ചിരിക്കുന്നുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഡള്ളായിരുന്നു. അങ്ങനെ രാത്രി ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും അവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിട്ടോ. ഇപ്പോൾ ഫുൾ ടൈം കിടപ്പായിരുന്നു. തോളത്താണെങ്കിലും കിടക്കുമായിരുന്നു. കുഞ്ഞ് ഭയങ്കര ശരീരത്തിന് ക്ഷീണമായിരുന്നു. ഇപ്പോഴാണ് എഴുന്നേറ്റൊക്കെ നിൽക്കാൻ തുടങ്ങിയത്. എഴുന്നേറ്റ് നിൽക്കുമോ ബഹളമൊക്കെ തുടങ്ങിയത്. അപ്പോൾ അവൻ്റെ കൈയൊക്കെ ഇങ്ങനെ ആ സൂചി അനങ്ങാതിരിക്കാൻ വേണ്ടി അവരൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരുന്നത്, കൈ അനങ്ങാതിരിക്കാൻ വേണ്ടി. അങ്ങനെ രാത്രി ഏകദേശം 11 മണി 12 മണിയൊക്കെ ആയപ്പോഴും ഈ കളിയാണ്. ഭയങ്കര ബഹളമാണ്. പിന്നെ രാത്രി 1 മണിക്ക് 2 മണിക്ക് പിന്നെ 4 മണിക്ക് പിന്നെ നെബുലൈസേഷനൊക്കെ വരും കേട്ടോ നഴ്സുമാർ. പിന്നെ വെളുപ്പിന് ആൻറ്റിബയോട്ടിക് ഉണ്ട്. അതുകൊണ്ട് ഉറക്കമൊക്കെ കണക്കായിരുന്നു. ഞാൻ ഉറങ്ങുവാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എടുക്കാനായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നെബുലൈസേഷൻ ആദ്യം തളർന്ന് കിടന്നപ്പോഴത്തേക്കും 1-2 പ്രാവശ്യം മാസ്കൊക്കെ വെച്ചെടുത്തു. പിന്നെ ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് നല്ലോണം റിക്കവറായി വന്നപ്പോഴത്തേക്കും അവൻ ഇതൊക്കെ കാണിച്ച് കളിപ്പിച്ചിട്ട് ഇതുപോലെ എടുക്കാൻ തുടങ്ങി കേട്ടോ. നെബുലൈസേഷൻ ചെയ്താണ് ശരിക്കും മാറിയത്. നല്ല രീതിക്ക് കുറഞ്ഞിട്ടാണ് അവർ വിട്ടുള്ളൂ. കുഞ്ഞു കുട്ടിയായതുകൊണ്ട് അവർ പെട്ടെന്ന് ഡിസ്ചാർജ് എഴുതത്തില്ല. നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ പിന്നെ വന്നു കഴിഞ്ഞാൽ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ചൊവ്വാഴ്ചയാണ് അഡ്മിറ്റ് ആയത് കേട്ടോ. ചൊവ്വാഴ്ച തന്നെ അച്ഛനും അമ്മയും വന്നു എൻ്റെ വീട്ടിൽ നിന്ന്. പിന്നെ അവർ രാത്രിയായപ്പോൾ പോയി. അവർ നിന്നിട്ട് ഇവിടുത്തെ ചേട്ടായിയുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയി. ഈശാനെ സ്കൂളിലാക്കിയിട്ടായിരുന്നു ഞങ്ങൾ വന്നത്, ഇവനെ കാണിക്കാൻ വന്നത്. അപ്പോൾ ഈശാൻ വൈകുന്നേരം വരുമല്ലോ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഞങ്ങൾ റൂമൊക്കെ സെറ്റായി. ഞങ്ങളവിടെ നിന്നിട്ട് അവർ പോയി ഈശാനെയൊക്കെ സെറ്റിലാക്കിയിട്ട് അവിടെ നിന്ന് ചേട്ടായി അമ്മയും കൂടെ തിരിച്ചു വന്നു. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് പിന്നെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച വൈകുന്നേരം എൻ്റെ അമ്മ വന്നു കേട്ടോ. എൻ്റെ അമ്മ വന്നിട്ട് ചേട്ടായിയുടെ അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ സപ്താഹം കഴിഞ്ഞ് ഒരു ദിവസം അച്ഛൻ ചോറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നാലും പാടല്ലേ, കുഞ്ഞിനപ്പം തന്നെ സങ്കടമായി, ആരുമില്ല. അങ്ങനെ ഈശാനൊരു സങ്കടം പോലെ. അപ്പോൾ അമ്മ പോയി. അപ്പോൾ കുഴപ്പമില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് ഞായറാഴ്ച നിന്ന് തിങ്കളാഴ്ച ഞങ്ങൾക്ക് ഡിസ്ചാർജ് എഴുതി. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അമ്മ പോയത്. പിന്നെ അമ്മയായിട്ട് വലിയ അടുപ്പക്കുറവൊന്നും കാണിച്ചില്ല കേട്ടോ. 1-2 പ്രാവശ്യം ചെറിയതായിരുന്ന പ്രായത്തിൽ അച്ഛനമ്മയൊക്കെ കാണാത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു അടുപ്പക്കുറവുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആൾക്ക്. പിന്നെ നമ്മളന്ന് ശനിയാഴ്ച വൈകുന്നേരം തന്നെ നമുക്ക് നോൺ AC റൂം കിട്ടിയായിരുന്നു കേട്ടോ. 2-3 ദിവസം നമുക്ക് അത്ര പൈസ ലാഭമല്ലേ. അതുകൊണ്ട് നമ്മൾ നോൺ AC റൂമിലേക്ക് മാറി കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ സൗകര്യമുള്ള പോലെയാണ് തോന്നിയത്. ആ ഒരു പേഷ്യൻ്റ് ബെഡിൻ്റെ അപ്പുറത്ത് AC റൂമിൽ വാഷ് ബേസിനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അതിന് പകരം ഒരു കബോർഡായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റി. പിന്നെ ഒരു വുഡൻ ഫിനിഷായിരുന്നു മറ്റേ അവിടുത്തെ ഇൻറ്റീരിയറൊക്കെ AC റൂമിൽ. ഇവിടെ വേറെ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ. കുറച്ചും കൂടെ സ്റ്റോറേജ് ഏരിയയൊക്കെ കൂടുതൽ ഇതിനാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഏകദേശം 11:30 ആയിട്ടുണ്ടാവും. ഞാനുമായിട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ, ഉറക്കമില്ല. അങ്ങനെ നടക്കുക. ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും ഞാനും നല്ലോണം ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മെയിൻ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് പറഞ്ഞാലേ എഴുതുള്ളൂ. ഞായറാഴ്ച ഡോക്ടറില്ലായിരുന്നു. അപ്പോൾ ശനിയാഴ്ച കുറച്ചും കൂടെ ഒരു ഇതാവാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വിട്ടില്ല നമ്മളെ.
ഞാനോ അമ്മമ്മയായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ശനിയാഴ്ചയൊക്കെ ആയപ്പോൾ ആൾ ഭയങ്കര ആക്റ്റീവായപ്പോഴത്തേക്കും ഈ കയ്യിൽ കാനുലയൊക്കെ വലിച്ച് പറിച്ച് ഊരാൻ തുടങ്ങി, കടിക്കാനും ഭയങ്കര ബഹളമായിരുന്നു. ചൊവ്വാഴ്ച ഇട്ട കാനുല ആ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കൊരു കൈക്ക് പെയിനൊക്കെ വന്നിട്ട് അപ്പുറത്തെ കയ്യിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ. കാനുല ഇടാനൊന്നും നമുക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ. അവിടെ സിസ്റ്റർമാർ നമ്മളെ മാറ്റിയിട്ട് നമ്മളിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവർ കുത്തിയിട്ടാണ് വരുന്നത്. കുഞ്ഞ് കരയുന്നത് കാണുമ്പോഴത്തേക്കും അമ്മമാർ നെർവസ് ആവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ 2 കയ്യിലും കുത്ത് കിട്ടി കേട്ടോ. പിന്നെ ആ കുത്തുന്ന സമയത്തെ വേദന ആ ഒരു കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞു. അതല്ലാതെ ആൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നീണ്ട 6 ദിവസത്തിന് ശേഷം ദയ്യാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേട്ടനെ കണ്ട് വീട്ടിൽ വന്ന് കളിയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ആൾ പഴയ ഫോമിലേക്ക് എത്തി കേട്ടോ. നമുക്കും ഒരാശ്വാസമായിരുന്നു ആശുപത്രി അന്തരീക്ഷത്തിൽ നിന്ന് മാറിയപ്പോഴത്തേക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.